ഹായ് ഫ്രണ്ട്സ്, ടെക് പിടിക്കകളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന 5 കിടിലൻ ആപ്സുകളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ 50 ലൈക്ക് എന്ന് പറഞ്ഞ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങളെനിക്ക് നിറഞ്ഞ മനസ്സോടെ തന്നെ ആ ഒരു ലൈക്സ് ഫുൾഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ ഒരു ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ആണ്. ആ ഒരു ടാർഗറ്റ് നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് തരും എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് ഇടുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്. എന്നാൽ പോലും വ്യൂസ് വളരെ കുറവാണെങ്കിൽ പോലും ഞാൻ ആ പറഞ്ഞ ലൈക്ക് നിങ്ങൾ വളരെയേറെ സന്തോഷത്തോടുകൂടി എനിക്ക് ഫുൾഫിൽ ചെയ്ത് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം നമ്മളുടെ ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ ഈ 5 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ നമ്മളുടെ ആപ്പിൻ്റെ പേരാണ് ഫ്രണ്ട്ലി IG എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത്. അതായത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡേൺ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഒരു മോഡേൺ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനാണ് ഈ ഫ്രണ്ട്ലി IG എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മറ്റുള്ള ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഏതൊരു മീഡിയയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെ സ്റ്റോറീസ് അനോണിമസ് ആയിട്ട്, അതായത് നിങ്ങൾ മറ്റൊരാളുടെ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കണ്ടു എന്ന് മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് ഒരു സ്റ്റോറീസ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കളർ തീം കളറും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഈ ഒരു മോഡേൺ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്, തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ചൊക്കെ പ്രയോജനപ്പെടും. അടുത്തെന്ന് പറയുന്നത് ഓൺലിക്സ് എന്ന് പറയുന്ന ഒരു കിടക്കാച്ചി ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ VK.com എന്ന് പറയുന്ന ഈ 3 സൈറ്റുകളിലുള്ളവരെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ സഹായിക്കും. നമ്മൾ മെയിൻലി ആയിട്ട് വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാമാണ് നമ്മൾ കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതായത് അവർ എപ്പോൾ ഒക്കെ വാട്സപ്പിൽ ഓൺലൈൻ വന്നു, ഏതൊക്കെ ടൈമിൽ വന്നു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് എനിക്ക് തോന്നി. എപ്പോൾ ഒക്കെ വന്നു, എപ്പോൾ ഒക്കെ ഓഫ്ലൈനായി, പിന്നെ എപ്പോൾ വന്നു, എത്ര വട്ടം വന്നു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാം. അവർ ഓൺലൈൻ ആകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യുന്നതായിരിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, തീർച്ചയായിട്ടും ഉപയോഗിച്ചൊക്കെ പ്രയോജനപ്പെടും. നമ്മുടെ ലിസ്റ്റിലെ 3-മത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് സീക്രട്ട് ഗാലറി. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ബ്രൗസർ പോലെ തന്നെയാണ്. നിങ്ങൾ ഏതൊരു കാര്യവും നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബ്രൗസർ, സേഫ് ബ്രൗസർ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിനകത്തിലെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഹോമിലേക്ക് പോയിട്ട്, അതായത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു പേജിൽ നിങ്ങൾ സീക്രട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വോൾട്ടിലേക്ക് വരാൻ, അതായത് ഒരു സീക്രട്ട് വോൾട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒളിപ്പിച്ച് വെക്കാൻ സഹായിക്കുന്ന ഒരു സീക്രട്ട് വോൾട്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷനാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. നമ്മുടെ 4-മത്തെ ആപ്ലിക്കേഷനാണ് പുൾമി ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് സിമ്പിൾ ആപ്പ് ഡ്രോവറാണ്. അതായത് താഴെ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ടും ഈസി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. വളരെ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളും ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ലേഔട്ട് പെർമിഷൻ മാത്രം കൊടുത്താൽ മതിയായിരിക്കും, ഈ ആപ്പ് വർക്കാവും. നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. നമ്മളുടെ അവസാനത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെഹിക്കിൾ ഇൻഫോ ആണ്. ഇതുപോലെ നിങ്ങൾ കുറേ ആപ്ലിക്കേഷൻസ് കണ്ടു കാണുമായിരിക്കും. അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് വെറൈറ്റി ഇൻ്റർഫേസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയുമുള്ള ഒരു വാഹനത്തെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ പോവുകയാണെങ്കിൽ അത് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആ ഒരു വാഹനത്തിൻ്റെ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഓണറിനെ പറ്റി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു വാഹനത്തെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ വെഹിക്കിൾ ഇൻഫോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എപ്പോഴെങ്കിലും. അപ്പോൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഈ 5 ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ഒരു താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു 100 ലൈക്ക് ടാർഗറ്റ് എനിക്ക് ഫുൾഫിൽ ചെയ്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ.